Hi guys, welcome back to my channel Simply Me with Simi Mithan. നമ്മുടെ ഹെൽത്തി ഗ്ലോയിങ് സ്കിന്നിന് വെറും ഈ DIYസും ഈ ക്രീംസും ലോഷൻസും മാത്രം മതി എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എന്നാൽ പോരാ, എന്തും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. നമ്മുടെ ഭക്ഷണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നല്ല പ്രകാശമുള്ള അല്ലെങ്കിൽ നല്ല ഗ്ലോയിങ് ആൻഡ് ഹെൽത്തി സ്കിന്നിന് അല്ലേ എല്ലാവർക്കും തോന്നുന്നുണ്ട് അത് വേണമെന്നുള്ളത്. അപ്പം എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നല്ല ഹെൽത്തി ഗ്ലോയിങ് ആൻഡ് യങ് സ്കിന്നിന് വേണ്ടിയിട്ട് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോണത്. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഭാഗത്തായിട്ട് ഒരു സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് ചുവന്ന കളറിലൊരു ബട്ടൺ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കൂടി കാണാൻ വേണ്ടി പറ്റും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞാൻ എപ്പോഴൊക്കെ വീഡിയോസ് ഇടുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനും നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണാനും സാധിക്കുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടണും ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിക്കേ. പിന്നെ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റൻ ചെയ്യാനും ഗ്ലോയിങ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ലാണ്ട് നിങ്ങളെ വെളുപ്പിക്കാനോ ഒരുപാട് വെളുപ്പ് കളർ നൽകാനോ വേണ്ടിയിട്ടല്ല. വെളുപ്പിനൊന്നും അല്ല കാര്യമുള്ളത് അല്ലേ. നമ്മുടെ സ്കിന്ന് എന്താണോ എങ്ങനെയാണോ ഉള്ളത് അത് നല്ലതായിട്ട് പിമ്പിൾസ് ഒന്നും ഇല്ലാണ്ട് ആക്നി മാർക്സോ പിഗ്മെന്റേഷനോ ഒന്നും ഇല്ലാണ്ട് നല്ല ഗ്ലോയിങ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. വെളുപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് ജെനറ്റിക്സ് ആയിട്ട് നമ്മുടെ പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടണതൊക്കെയാണ് നമ്മൾ കളർ എന്ന് പറയുന്നത്. കളറിലൊന്നും നല്ല കാര്യമുള്ളത്. പിന്നെ പ്രത്യേകിച്ച് പറയാച്ചിട്ടുണ്ടെങ്കിൽ എന്തെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക, പോസിറ്റീവായിട്ട് ഇരിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ സ്കിന്നിനോ നമ്മൾ അല്ലെങ്കിൽ നിറത്തിലോ ഒന്നുമല്ല, പോസിറ്റീവ് ആൻഡ് ഹെൽത്തി വിത്ത് എ സ്മൈലിംഗ് ഫേസ് എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് സ്കിന്ന് കിട്ടാമെന്ന് ഏതൊക്കെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ എ, ഒമാഗോ ഫാറ്റി ആസിഡ് ഒക്കെയാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് യങ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുക. നിങ്ങൾ എല്ലാ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാകും വെള്ളം കുടിക്കണം എന്നുള്ളത്. വെള്ളം കുടിക്കുന്നതിനെ കൊണ്ടുള്ളത് നമ്മുടെ വേണ്ടാത്ത ചീത്തതായിട്ടുള്ള എല്ലാ കാര്യവും ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ബ്ലഡ് ഇംപ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് അല്ലെങ്കിൽ വെള്ളം സഹായിക്കുന്നതാണ്. നിങ്ങൾ എത്ര ജ്യൂസ് കുടിച്ചിട്ടും എത്ര വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾ വെള്ളം കുടിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ വെള്ളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് മുതൽ പറയണത് ഒട്ടും ഞാൻ ചൂസ് ചെയ്ത് ഇതൊന്ന് ഇത് രണ്ട് ഇത് മൂന്ന് എന്നല്ല, റാൻഡമായിട്ട് പറയാണ് ഞാൻ. ഇതിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഇൻക്ലൂഡഡ് ആണ്, അല്ലാണ്ട് വെറും ഫ്രൂട്ട്സ് മാത്രമല്ല നമ്മൾ ഡെയിലി ലൈഫിൽ കഴിക്കാൻ പറ്റുന്ന എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈം ജ്യൂസ്, അതായത് നാരങ്ങ വെള്ളം. നാരങ്ങ ഏറ്റവും നല്ലതാണ്, അതിൽ ആൻറ്റി ഓക്സൈഡ് ഉള്ളതിനെ കൊണ്ട് നമ്മളെ ബ്ലഡ് പ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാ ഇംപ്യൂരിറ്റീസ് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ ഒരു ഹെൽത്തി സ്കിന്നിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് നമ്മുടെ നാരങ്ങ വെള്ളം എന്ന് പറയുന്നത്. നിങ്ങൾ ഡെയിലി ചായയും അല്ലെങ്കിൽ കോഫി കുടിക്കുന്ന ആളാണെങ്കിൽ കഴിയുന്നതും അത് റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിർത്താൻ വേണ്ടി നോക്കുക. കാരണം ഈ കോഫിയിലുള്ള കെഫീൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഏജിങ്ങിന് പ്രോസസ്സ് കൂട്ടുന്നതാണ്. അതുമൂലം നമുക്ക് ഒരുപാട് റിങ്കിൾസ് വരാൻ വേണ്ടിയിട്ട് ഡാർക്ക് സർക്കിൾസ് പിഗ്മെന്റേഷൻ വരാനും ഇതൊരു കാരണമായി തീരും. അതിനെക്കൊണ്ട് കഴിയണത്ര നിങ്ങൾ ചായയും എന്താ പറയുക കോഫിയൊക്കെ നിർത്താൻ വേണ്ടി നോക്കുക. അതിന് പകരം ഈ ഒരു ജ്യൂസ് കുടിക്കുക, അതായത് നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്ന് പറയണത്, അതായത് നമ്മുടെ പാലക്ക് അല്ലെങ്കിൽ മുരിങ്ങക്കായിൻ്റെ ഇലയല്ലേ, മുരിങ്ങ ഇല, അങ്ങനെയുള്ള ലീഫി വെജിറ്റബിൾസ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലുള്ള ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ ഈ ഒരു പച്ചക്കറികൾ അല്ലെങ്കിൽ പച്ച ഇല കറികളിലാണെന്ന് പറയുന്നത്. ലീഫി വെജിറ്റബിൾസിൽ ഒരുപാടുള്ളതാണ്. അതിനെക്കൊണ്ട് അത് പ്രത്യേകം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ യങ് ആയിട്ട് നിലനിർത്താൻ വേണ്ടി സഹായിക്കും. ഒരു പരിധിവരെ നിങ്ങൾ പ്രായം കൂട്ടുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ലീഫി വെജിറ്റബിൾസ് ഒരുപാട് സഹായിക്കുന്നതാണ്.
പിന്നുള്ളൊരു ഫ്രൂട്ടാണ് ഓറഞ്ച് എന്ന് പറയുന്നത്. ഓറഞ്ചിൽ വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ സ്കിന്നിന് ബ്രൈറ്റിങ് ആൻഡ് ഗ്ലോയിങ് സ്കിൻ ആക്കാൻ വേണ്ടി സഹായിക്കും. നിങ്ങൾക്കറിയാലോ ഒരുപാട് മാർക്കറ്റിൽ പ്രൊഡക്ട്സ് ഉണ്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സിറം ഉണ്ട്, ഒരുപാട് മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്, ഒരുപാട് ലോഷൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇൻടേക്ക്, അതായത് നമ്മൾ ഭക്ഷണത്തിലൂടെ തന്നെ അതിന് വളരെ സഹായിക്കുന്നതാണ് ഒരു വലിയൊരു കാര്യമാണ് ഓറഞ്ച് എന്നുള്ളത്. നിങ്ങൾക്കറിയാം ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ ഓറഞ്ച് ജ്യൂസ് കഴിക്കുന്നതാണ് എന്നുള്ളത്. അപ്പം അതിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യമില്ലാണ്ട് ഇവരൊന്നും കഴിക്കില്ലല്ലോ, അവരൊക്കെ സ്കിൻ എത്ര ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് ആണ്. അപ്പം നമുക്കും ഓറഞ്ച് ജ്യൂസ് ഒരു വീക്ക്ലി 3 പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും കഴിക്കാൻ പറ്റില്ലേ? അപ്പം നമുക്കിനി ഓറഞ്ച് ജ്യൂസും കൂടി നമ്മളെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇസ് ക്യാരറ്റ്. ക്യാരറ്റിൽ വൈറ്റമിൻ എ ഉള്ളത് കൊണ്ട് തന്നെ അതൊരു നല്ലൊരു സൺ പ്രൊട്ടക്ഷൻ കൂടിയാണ്. നിങ്ങൾ സൺസ്ക്രീൻ ലോഷൻസ് ഒക്കെ ഡെയിലി കിട്ടിയിട്ട് പോകണില്ലേ, അതിന് പകരമല്ല അത് ഇടണം. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നതിനെ കൊണ്ട് തന്നെ UV റേസ് എന്നൊക്കെ നിങ്ങൾക്ക് നമ്മുടെ സ്കിന്നിൻ്റെ അകത്തുനിന്ന് തന്നെ ഒരു പ്രൊട്ടക്ഷൻ പോലെയാണ് ഈ ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നതിനെ കൊണ്ട്. ഡെയിലി നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസ് ഒക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ക്യാരറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾക്ക് ജ്യൂസായിട്ട് കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സാലഡായിട്ടോ അല്ലെങ്കിൽ കറി വെച്ചിട്ടോ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് കേർഡാണ്. കേർഡിലെ ആൻറ്റി ഓക്സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഡൈജഷന് സഹായിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, അതിനെ പ്യുവർ ആക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും സ്കിന്ന് നല്ല ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേർഡ് എന്ന് പറയുന്നത്. കേർഡ് എന്നും നിങ്ങൾ ഉച്ചഭക്ഷണത്തിനോട് കൂടെ കഴിക്കേണ്ടത് ഏറ്റവും നല്ലതാണ്. സ്കിന്നിനെ ഒന്ന് ഒന്ന് കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടും കേർഡ് സഹായിക്കും. അതുകൊണ്ട് കേർഡ് ഏറ്റവും നല്ലതാണ്. നിങ്ങൾ സ്കിന്നിൽ പുരട്ടുന്നത് പോലെ തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം കേർഡ്, അതായത് തൈര്. ഇനി നിങ്ങൾക്ക് കോഫിയും ടീയും അങ്ങനത്തെ ഉള്ളത് ഒഴിവാക്കാൻ പറ്റില്ല എന്നാണ് നിങ്ങൾക്ക് ഗ്രീൻ ടീ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. ഗ്രീൻ ടീ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സൈഡ് ആയതിനെക്കൊണ്ട് നിങ്ങൾ റിങ്കിൾസ് മാറ്റാൻ വേണ്ടിയിട്ടും ഡാർക്ക് സർക്കിൾസ് മാറ്റാനും പിഗ്മെന്റേഷൻ മാറ്റാനും ഗ്രീൻ ടീ സഹായിക്കും. അതുകൊണ്ട് ഗ്രീൻ ടീ ഡെയിലി 2 ഗ്ലാസ് കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് ടീയും കോഫിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇനി നാരങ്ങ ജ്യൂസ് കഴിക്കുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നോക്കാവുന്നതാണ് ഗ്രീൻ ടീ. ഇപ്പോൾ ഭയങ്കര പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗ്രീൻ ടീ. തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു ആൻറ്റി ഓക്സൈഡാണ് ഗ്രീൻ ടീ. ഇനി വരുന്നതാണ് നെല്ലിക്ക. നെല്ലിക്ക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഹെയറിന് ഏറ്റവും നല്ലതാണ്. ഞാനൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു നെല്ലിക്ക വെച്ചിട്ടുള്ളത്. അതിവിടെ ഐ ബട്ടണിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഐ ബട്ടണിൽ അത് ക്ലിക്ക് ചെയ്ത് നോക്കുക. നെല്ലിക്ക എന്ന് പറയുന്നത് ആൻറ്റി ഓക്സൈഡ് ഉള്ളതിനെക്കൊണ്ട് നിങ്ങൾ റിങ്കിൾസിനെ മാറ്റാൻ മാത്രമല്ല നിങ്ങളുടെ ഡൈജഷൻ ശരിയാക്കാനും നിങ്ങളുടെ നെയിൽസിനാണെങ്കിലും നിങ്ങളുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഏറ്റവും ബെസ്റ്റാണ്. പച്ചയ്ക്ക് കടിച്ച് കഴിക്കാവുന്നതും പറ്റും, ഇല്ലെങ്കിൽ ഉപ്പിലിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും, അച്ചാറാക്കാൻ വേണ്ടി പറ്റും. അപ്പം നെല്ലിക്ക എപ്പോഴും നിങ്ങളുടെ ഭക്ഷണത്തോട് കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണെങ്കിലും ശരി ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട്. സ്കിന്നിനുള്ള ചുളിവുകളാണെങ്കിലും റാഷസിനാണെങ്കിലും പിഗ്മെന്റേഷനാണ്. അപ്പോൾ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി കിട്ടുന്ന സാധനമാണ്. ഏതാണെന്നറിയോ? ചാള, അതായത് മത്തി കഴിക്കുന്നതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട്. അപ്പം മത്തി നമുക്ക് എന്നും കിട്ടുന്ന സാധനമാണല്ലോ. അത് കറി വെച്ചിട്ടോ പൊരിച്ചിട്ടോ, പൊരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിമ്പിൾസ് വരും. കറി വെച്ചിട്ടാണെങ്കിൽ ഏറ്റവും നല്ലത്. കറി വെച്ചിട്ടും കഴിക്കുന്നത് നല്ലതാണ്. കൂടാണ്ട് നട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതൊക്കെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക omega-3 ഫാറ്റി ആസിഡ് ഭക്ഷണത്തിനോട് കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെ ഒരുപാട് ഭക്ഷണങ്ങൾ ഇനിയും ഉണ്ട്. നമ്മൾ ഭക്ഷണത്തിനോട് കൂടിയിട്ട് ജ്യൂസ് ആണെങ്കിലും നട്ട്സ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും പച്ചയില കറികളാണെങ്കിലും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സ്കിന്ന് സംരക്ഷിക്കുന്നതോട് കൂടിയിട്ട് നമ്മളെ ഹെൽത്തും നന്നായിട്ട് വരുന്നതാണ്. കൂടാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക. നെഗറ്റീവ്സിനൊക്കെ ഇങ്ങനെ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെവി അങ്ങോട്ട് അടച്ചു വെക്കുക, സന്തോഷമായിട്ടായിരിക്കുക. എപ്പോഴും ചിരിയാണ് നമ്മുടെ ഏറ്റവും നല്ല ആയുധം എന്ന് പറയുന്നത്. കരച്ചിൽ വരുമ്പോൾ ചിരിക്കുക, ഇനി സങ്കടം വരുമ്പോഴും ചിരിക്കുക, ഇനി അവർ ദേഷ്യപ്പെട്ടാലും ചിരിച്ച് കാണിക്കാം. കൂൾ, ഹാപ്പി. സോ ഹാപ്പി ആയിട്ട് ഇരിക്കുക എല്ലാവരും. എനിക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. ആസ് ഓൾവേസ്, ലവ് യു ആൾ.